ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിരിക്കുകയാണ്. UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. മോൺസൺ ജോസഫിന്റെ ചില നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി എന്ന് പറയുന്നത്. പാർട്ടി മുന്നണിയും അദ്ദേഹത്തെ നിരന്തരമായി അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കൂടാതെ തന്നെ സജി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്തു തന്നെയാണെങ്കിലും CPM-ലേക്ക് അദ്ദേഹം ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇനി UDF-മായി ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഇനി എവിടേക്കാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിന് പോലും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി UDF-മായി താൻ യാതൊരു തരത്തിലുള്ള ബന്ധത്തിനും ഇല്ല, അല്ലെങ്കിൽ താൻ UDF-മായി യാതൊരു തരത്തിലുള്ള ബന്ധം തുടരുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും തന്നെ വിലപ്പോയില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രചരണം തന്നെയാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് തന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ആ പ്രചരണത്തിലും അദ്ദേഹത്തിന് വീണ്ടും അവഗണന നേരിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് 5 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ തഴയുകയായിരുന്നു, അദ്ദേഹം ഒഴിവാക്കപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആ ആരോപണം കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ PJ ജോസഫ് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മയപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. തനിക്ക് നിരന്തരമായി ഇത്തരത്തിലുള്ള അവഗണന തന്നെയാണ് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആദ്യമായിട്ടാണോ അദ്ദേഹത്തിന് അവഗണന നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് മാറുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. അല്ലാന്ന് തന്നെയാണ് ഉത്തരം. അദ്ദേഹം ഇതിനു മുൻപും മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടെയും വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അദ്ദേഹം നിലനിന്നിരുന്നതാണ്. പക്ഷേ അവിടെയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നിരന്തരമായി അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം PJ ജോസഫിന്റെ ഗ്രൂപ്പിലേക്ക് ചേരുന്നത്. അദ്ദേഹം PJ ജോസഫിന്റെ ഗ്രൂപ്പിലേക്ക് ചേർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വളരെ സജീവമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടുകയും അദ്ദേഹത്തിന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും പിന്നീട് UDF ചെയർമാനായി തന്നെ അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ സജി മഞ്ഞക്കടമ്പലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻപ് നിന്നിരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന പാർട്ടിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള അവഗണന നേരിടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയായിട്ട് അദ്ദേഹം പലപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതേ പ്രശ്നം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പ്രശ്നങ്ങൾ, ഈ അവഗണന എന്ന് പറയുന്ന പ്രശ്നം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവഗണന എന്ന് പറയുന്ന പ്രശ്നം അത് കേവലം ഒരു നേതാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. അത് ദേശീയ നേതൃത്വം മുതൽ സംസ്ഥാനം വരെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മുതിർന്ന നേതാക്കളിലും ഈ അവഗണന എന്ന് പറയുന്നത് വലിയൊരു വിഷയമായി വരാറുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലങ്ങളാണ് ഇത്തരത്തിലുള്ള അവഗണനകളെല്ലാം തന്നെ തലവെക്കാറുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടി മാറുന്ന സാഹചര്യമാണ്. കാരണം 2019 കോൺഗ്രസിന് വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്കല്ല കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. കഴിഞ്ഞ സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ കാണിക്കുന്നത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അതേസമയം തന്നെയാണ് ഈ അവഗണന എന്ന് പറയുന്ന പ്രശ്നം അതിപ്പോൾ ഇന്ത്യ നേതൃത്വത്തിലാണെങ്കിലും ഇനി കോൺഗ്രസിൽ തന്നെയാണെങ്കിലും സംസ്ഥാന കോൺഗ്രസിലാണെങ്കിലും ഈ നേതാക്കളെല്ലാം തന്നെ BJP-യിലേക്ക് വലിയ തോതിൽ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. ഇന്ന് പോലും കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് ഇടതുമുന്നണിയിലേക്ക് മാറുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെല്ലാം തന്നെ കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സജി മഞ്ഞക്കടമ്പിലിനെ പോലെ ഒരു വ്യക്തി വീണ്ടും അദ്ദേഹത്തിന് അവഗണന, അതും നിരന്തരമായ ഒരു അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇനി കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജിന് അപരക്കാരായിട്ട് മറ്റു ചിലർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് വലിയൊരു ആശങ്കയുണ്ടാക്കിയിരുന്നു. ഈ അപരന്മാർ ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള വോട്ടുകളെല്ലാം തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്, ചില വോട്ടുകളെല്ലാം തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇന്ന് ആ അപരന്മാരുടെ പത്രികയെല്ലാം തന്നെ തള്ളി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഒരു ആശ്വാസമായി, നേരിയൊരു ആശ്വാസമെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവിടേക്കാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിലെ ഒരു വാർത്ത വലിയ ചർച്ചയായി മാറുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായി മാറുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള പലതരത്തിലുള്ള തർക്കങ്ങളെല്ലാം തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൽ ചില അനുനയ നീക്കങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഇനി കോൺഗ്രസിനെ മാറ്റി നിർത്തി UDF-നെ പരിശോധിക്കുകയാണെങ്കിൽ UDF-ലാണെങ്കിൽ ഇത്തരത്തിലുള്ള പദവികളെല്ലാം തന്നെ വേണം, അല്ലെങ്കിൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലീഗ്
മൂന്നാം സീറ്റ് ചോദിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ വിവാദമായി വലിയ ചർച്ചയായി തന്നെ നിലനിന്നിരുന്നതാണ്. അവിടെ നിന്നെല്ലാം തന്നെ ഒരു അനുനയ നീക്കത്തിലൂടെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചർച്ചയിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്ര വലിയൊരു പുകച്ചിൽ തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി ഇത്തവണത്തെ ഈ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് എത്രമാത്രം അനുകൂലമാകുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് കോൺഗ്രസിന് പ്രതികൂലമാകുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 2019 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓളമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം അവിടെ കോൺഗ്രസിനുള്ളിലത്തെ ആഭ്യന്തര തർക്കങ്ങളോ കലഹങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അവിടെ ആകെ ഒരേ ഒരു വിഷയം മാത്രമേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അവിടെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമോ, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആകുമോ, അത്തരത്തിലൊരു രാഹുൽ തരംഗം മാത്രമാണ് ഇന്ത്യയിലെമ്പാടും അതല്ലെങ്കിൽ കേരളത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ചർച്ചയുടെയും ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ സാഹചര്യം അങ്ങനെയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലാണെങ്കിലും ചില നിലപാടുകൾ സ്വീകരിക്കുന്നതിന് കോൺഗ്രസിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഇരട്ടത്താപ്പുകൾ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ കോൺഗ്രസിന് പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ചില നിലപാടുകൾ പോലും കേരളത്തിലാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ കോൺഗ്രസിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള വലിയ പുകച്ചിലുകളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ സജി മഞ്ഞക്കടമ്പിൽ ഈ ഒരു വാർത്ത കൂടി വരുന്നത്. കഴിഞ്ഞില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി തന്നെ സർക്കാർ അവതരിപ്പിച്ചതാണ്. ആ സാഹചര്യത്തിലും കേരളത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കേരളത്തെ അപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ഒരർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനോ വായിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ സജി മഞ്ഞക്കടമ്പിന്റെ ഈ രാജി എന്ന് പറയുന്നത് കേവലം കോട്ടയത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളും ആഴ്ചകളും മാത്രമാണ് ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ കെട്ടുറപ്പില്ലായ്മ തന്നെയാണത് കാണിക്കുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തന്നെയാണത് കാണിക്കുന്നത്. കോൺഗ്രസിന് കൃത്യമായി നേതാക്കളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവുകേടിനെ തന്നെയാണ് ഇതെല്ലാം തന്നെ കാണിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് കോൺഗ്രസിന് ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വോട്ട് ഭിന്നിക്കാനുള്ള സാധ്യത ഏറെയാണ്.